നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ലിവിങ് ദ ഗോൾ എന്ന ഡിസ്കഷനിൽ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഹജമായിട്ടുള്ള മാർഗമാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വഴി. ആ വഴി തന്നെയാണ് ലക്ഷ്യവും. അതാണ് ഇപ്പോഴത്തെ മാസ്റ്ററായിട്ട് ദാജി ഹാർട്ട്ഫുൾനെസ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കൂടുതൽ നമ്മൾ ഹാർട്ട്ഫുൾ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഹാർട്ട്ഫുൾ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പാതയുടെ അവസാനത്തിലല്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഹാർട്ട്ഫുള്ളായി മുന്നോട്ട് പോകാം. നമ്മളൊരു ട്രെയിൻ യാത്ര നടത്തുകയാണെന്ന് ആലോചിച്ചു. എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. അത് സന്തോഷം നൽകുന്ന ഒരു ലക്ഷ്യമാണ്. വീട്ടിലേക്ക് പോവുകയാണ് എന്ന് ആലോചിച്ചു. വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് പോവുക. ഞങ്ങളൊക്കെ പുറത്ത് പഠിക്കുമ്പോൾ വീട്ടിലേക്ക് വെക്കേഷൻ വരുമ്പോൾ വല്ലാത്തൊരു ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ട്രെയിനിൽ കയറുമ്പോൾ ഒരു സന്തോഷത്തോടെയാണ് കയറുന്നത്. ട്രെയിനിൽ ഇടപഴകുന്ന ആൾക്കാരുമായിട്ട് അന്നത്തെ കാലത്തൊക്കെ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തിരുന്നത്. AC-ലൊന്നും ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ ആൾക്കാരുമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഭക്ഷണം ഷെയർ ചെയ്യാറുണ്ട്. സ്റ്റേഷനിൽ ഇറങ്ങി വെള്ളം പിടിച്ചു കൊടുക്കാറുണ്ട്. അന്ന് ഈ തരത്തിലുള്ള മൊബൈലിന്റെ പ്രശ്നങ്ങളിലെ കളവിന്റെ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എത്തുമ്പോഴേക്കും ആ കമ്പാർട്ട്മെന്റ് തന്നെ ഒരു വീടായിട്ട് മാറും. വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ അഹമ്മദാബാദ് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് ആയിട്ട് ഒരു പ്രാവശ്യം ട്രെയിൻ വളരെ ലേറ്റായി, ഒരു ദിവസത്തോളം ലേറ്റായി. ഇപ്പൊ ട്രെയിനിലുള്ള ആൾക്കാരൊക്കെ ഒരു കുടുംബം പോലെയായി.
വെള്ളം കഴിഞ്ഞു, ഭക്ഷണമില്ല. ഒരു സ്ഥലത്ത് എവിടെയോ ട്രെയിൻ നിർത്തിയപ്പോൾ ട്രെയിൻ വളഞ്ഞ് വേറെ വഴി കൂടെ വിട്ടു. മഹാരാഷ്ട്രയിൽ ദൗണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വണ്ടി നിന്നു. രാവിലെ എപ്പോഴും ദൗണ്ടെന്ന് വണ്ടി നീങ്ങിയില്ല. ഇനി വണ്ടി തിരിച്ചു വിടുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് മറ്റേ ട്രെയിനൊക്കെ ഉപരോധം നടത്തി. എന്നിട്ട് ഈ ട്രെയിനിനെ വേറെ വഴി കൂടെ വിട്ടു, റൂട്ട് കൂടെ വിട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളമില്ല, ഭക്ഷണമില്ല. അപ്പൊ അങ്ങനെ വഴിയിൽ എവിടെയോ വണ്ടി നിർത്തിയപ്പോൾ, കാരണം ഒരു സ്റ്റേഷനിലും സ്റ്റോപ്പില്ല, എങ്ങനെ വിടുകയാണ്. ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഇതിലൊരു യാത്രക്കാരൻ അടുത്ത് ഒരു തട്ടുകടയിൽ നിന്ന് എത്തും, ഓടിപ്പോയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് വെള്ളപ്പവും കടലയും വാങ്ങിക്കൊണ്ടു. ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. വെള്ളം അങ്ങനെ പുറത്തു പോയി പിടിക്കുക, അതിന് മിനറൽ വാട്ടർ ഒന്നുമില്ല. നല്ലൊരു രസകരമായിട്ടുള്ള യാത്രയാണ്. അന്നത്തെ യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും അതൊരു വീട് പോലെ. അപ്പൊ അന്തരീക്ഷം നമ്മളെ മാറ്റി, നമ്മൾ ആ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ യാത്ര തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഗൃഹാതുരത്വം, അതൊരു കിട്ടുന്ന സ്നേഹം നമ്മൾ വളർത്തി കൊണ്ടുവരിക. സ്നേഹം വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ്. ഒരിക്കലും എൻ്റെ ഏട്ടൻ ഇങ്ങനെ യാത്രയിൽ പരിചയപ്പെട്ട ഒരാളെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. കാരണം പുള്ളിക്ക് ലോഡ്ജ് എടുക്കാൻ വയ്യ. വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് ഡ്രസ്സ് എടുത്ത് പിന്നെ അടുത്ത ട്രെയിനിൽ അദ്ദേഹം പോയി. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇങ്ങനെയാണ് യാത്ര. യാത്രയെ തന്നെ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതയാത്ര അങ്ങനെ തന്നെയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സൃഷ്ടി നടക്കും, അവസാനം പ്രളയത്തിൽ എത്തിച്ചേരും. ഇപ്പൊ സയൻസും അതിനാണ് പറയുന്നത്. നമ്മൾ എവിടെ നിന്നോ ഉണ്ടായി, ബിഗ് ബാങ് നിന്നുണ്ടായി, ഇനി തിരിച്ച് കൺട്രാക്ട് ചെയ്തിട്ട് അതേ സിംഗുലാരിറ്റിയിലേക്ക് മടങ്ങും. പക്ഷേ നമുക്കറിയില്ല അത് എപ്പോഴാണ്. നമുക്കൊരു ദിവസത്തിനെ ഈ തരത്തിൽ ചിന്തിച്ചാൽ എന്താണ് നല്ലതല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ജനന മരണ ചക്രം പോലെ, ഒരു സൃഷ്ടി സ്ഥിതി സംഹാരം പോലെ കാണുന്നതാണ്. രാവിലെ നമ്മൾ സൃഷ്ടിക്കുന്നു, ഞാൻ ഉണരുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ സൃഷ്ടിക്കുന്നു, ഉറങ്ങുമ്പോൾ എല്ലാം വിഡ്രോ ചെയ്ത് എന്നിലേക്ക് വിഡ്രോ ചെയ്ത് ഞാൻ ഉറക്കത്തിൽ പോവാണ്. രാത്രി ഉറക്കത്തിൽ മരിച്ചു പോയാലും കൂടി നമ്മൾ അറിയില്ല. പക്ഷെ ഏത് രീതിയിലാണ് ഞാൻ വിഡ്രോ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രെയിൻ യാത്രയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ദിവസത്തിലുള്ള യാത്ര കടന്നു പോയിട്ട് നമ്മൾ രാത്രി വിശ്രമിക്കാൻ വേണ്ടി കിടക്കുക, രാത്രിയില വിശ്രമിക്കണം എന്നുള്ള ബോധത്തോടെയാണ് വന്നത്. അപ്പോൾ അതൊരു അവസാനത്തെ വിശ്രമമാണെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പ്രളയത്തിലേക്ക് എത്തുകയാണ്. ഏത് കണ്ടീഷനിലാണ് ഞാൻ ഉറങ്ങേണ്ടത്? ഈ യാത്രയിലുടനീളം സ്നേഹം ഷെയർ ചെയ്തുകൊണ്ടായിരിക്കണം പോയിട്ടുണ്ടാവുന്നത്. അങ്ങനെയാകുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ എത്ര സുഖവും. നമ്മുടെ യഥാർത്ഥ ഗൃഹത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഞാൻ ഉദ്ഭവിച്ച ഗൃഹത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ഉറക്കത്തിൽ. അപ്പൊ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ഉറക്കം വരുന്നില്ല, കുറ്റബോധം വരുന്നു. മഹാത്മാഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയിലുണ്ട്, രാത്രി കിടക്കുമ്പോൾ വയറ്റിന്ന് ആട് കരയേണ്ട ശബ്ദം കേൾക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് പലർക്കും ഉണ്ട് രാത്രി സ്വപ്നങ്ങൾ കാണുക, കുറ്റബോധം തോന്നുക, ഉണരുമ്പോൾ ആകെ ഒരു വിഷമത്തിലാണ് ഉണരുക. അപ്പൊ നമ്മള് പ്രളയത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായിട്ടുള്ള സ്നേഹത്തിലല്ല എത്തിയിരിക്കുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമ്മൾ എവിടെ എത്തിയോ അവിടെ നിന്നല്ലേ പുറത്തേക്ക് വരും. അപ്പൊ വീട്ടിൽ വെക്കേഷനിലെത്തി, വെക്കേഷനിൽ എത്തുമ്പോൾ തന്നെ ടെൻഷൻ, യാത്രയിൽ ഉടനീളം ടെൻഷൻ, വീട്ടിലെത്തുമ്പോൾ തന്നെ ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ട്രിപ്പുകൾ, അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക. നമ്മളുടെ വെക്കേഷൻ ടൈംസ് ഒക്കെ ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യും, എന്നിട്ട് ഒരു 10 സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ ആകെ ടയർഡായിട്ടുണ്ടാവും. അപ്പോഴേക്കും തിരിച്ചു പോകുന്ന സമയമായിട്ടുണ്ടാവും. വീട്ടിൽ സമാധാനമായിട്ട് ഇരുന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, റിലാക്സ് ചെയ്യുക, അടുത്തുള്ള സ്ഥലങ്ങളിൽ പോവുക, പ്രകൃതി ഭംഗി കാണുക. എത്ര നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. നമ്മളിപ്പോൾ എന്തിനാണോ പോയത് അതെല്ലാം മറന്നിട്ട് വേറെന്തിനൊക്കെ ഓടുന്നു. ഈ അടുത്ത് മറിമായം എന്നുള്ളൊരു സീരിയല്, വിഷുവിന് ഒരു ഫാമിലിയിൽ സത്യശീലനും ഭാര്യ മണ്ടോദരിയും അവര് മക്കളാണ്, സുഗതനും പ്യാരിജാതനും, 3 പേരുണ്ട്, ശീതളനും അവര് വരികയാണ്. അപ്പൊ അതില് പ്യാരിജാതൻ എന്ന് പറഞ്ഞ മനുഷ്യൻ വീഡിയോ റെക്കോർഡിങ് ഫേസ്ബുക്കിലുള്ള ധൃതിയാണ്. അതായത് എന്റെ അച്ഛനാണ്, അതെന്റെ വീടാണ്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന, ഭാര്യ ഒന്നും വന്നില്ല, അപ്പൊ ഷെയർ ചെയ്യാണ്. എന്നിട്ട് പിന്നെ മദ്യപിക്കുകയാണ്. ഭക്ഷണത്തിന് ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ ആർക്കും സമയമില്ല, എല്ലാവരും മദ്യപിച്ചു, അതിൻ്റെ ഇടയ്ക്ക് ആരും വീണു. അപ്പോൾ സത്യശീലൻ പറയും, എന്തൊരു വിഷയമാണ് അത്, ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത് ചോദിക്കുകയാണ്. കാണേണ്ട സീരിയലാണ്. അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. നമ്മൾ സമാധാനമാണ് അന്വേഷിക്കുന്നത് വെച്ചാൽ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കണം. സ്നേഹമാണ് അന്വേഷിക്കുന്നത്, സ്നേഹത്തോടെ ജീവിക്കണം. സംതൃപ്തിയാണ് അന്വേഷിക്കുന്നത്, സംതൃപ്തിയോടെ ജീവിക്കണം. അതാണ് പാത.
അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ സംതൃപ്തിയോടെ ചെയ്യും, ഉറങ്ങും. ഇപ്പൊ 10ാമത്തെ പ്രമാണത്തിൽ പറയുന്നത് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മൾ പലതും ചെയ്തു, പലതും ഡെബിറ്റ് ബാലൻസിലേക്കാണ് പോയിട്ട് എൻ്റെ ഈഗോ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ പ്രാർത്ഥനാഭാവത്തിരിക്കുക. കടന്നുപോയി കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ. ഈശ്വര, അങ്ങ് എനിക്കറിയില്ല, പക്ഷെ അങ്ങ് ഉണ്ടെന്ന് എനിക്കറിയാം. ഈ പ്രപഞ്ചം മുഴുവൻ മാനേജ് ചെയ്യപ്പെടുന്നു, ഒരു മാനേജർ ഇല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്നു. എത്ര നല്ല മാനേജറാണ് ഈശ്വരൻ. ഈശ്വരൻ എവിടെയും വരുന്നില്ല, അത് ചെയ്യുന്നു, ഇങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം തന്നു, ഞാനത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനിയും ഒരവസരം തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കും. അതാണ് റിപ്പൻറ്റൻസ് പറയുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ പോവുകയാണ്, ഏതോ ഒരു ലോകത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുന്ന ഈ ലോകത്തേക്ക് തന്നെയാണെന്ന് അറിയില്ല. നാളെ ഉണരുന്നത് ഈ ലോകത്തിലാണെന്ന് ആരാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? നമ്മളിപ്പോൾ ഇന്നലെ ഉറങ്ങിയ വീട്ടിൽ തന്നെയാണ് ഇന്ന് ഉണർന്നിട്ടത്. എല്ലാവരെയും ഒരുപോലെ കാണുന്നു തോന്നുന്നു, ഉറപ്പുണ്ടോ? അപ്പൊ എല്ലാം പുതിയ പുതിയ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം ഞാൻ തീർച്ചയായിട്ടും ഒരു പുതിയ സൃഷ്ടി തന്നെ നടത്താം. അടുത്ത സൃഷ്ടി എങ്ങനെയാവില്ല, പ്യൂറാവും. അദ്ദേഹം അങ്ങയുടെ സൃഷ്ടി പോലത്തെയാവും. അങ്ങ് എങ്ങനെയാണോ ലോകത്തിൽ ഇടപെടുന്നത് അതുപോലെയാവും ഞാൻ എന്നുള്ള പ്രിപ്പൻസ് ഭാവം. ഞാൻ ഇനി ഇതൊന്നും ആവർത്തിക്കില്ല, അങ്ങേ തന്നെ ഞാൻ എന്നിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കും. ഇന്ന് പ്രാർത്ഥനാഭാവത്തിൽ കണ്ണീര് നിറയണമെന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. എന്നിട്ട് ഉറങ്ങുക രാത്രി, വിശ്രമവേള. രാത്രിയിൽ ഉടനീളം നമ്മൾ ആ വിശ്രമത്തിൽ സ്നേഹത്തിൽ സഞ്ചരിച്ച് രാവിലെ ഉണരുമ്പോൾ ഈ ലോകത്തിലായാലും വേറെ ലോകത്തിലായാലും സ്നേഹത്തിന്റെ പ്രതീകങ്ങളായിട്ട് ഉണരാനുള്ള സാധ്യത ഓരോ ദിവസവും നമുക്ക് പ്രകൃതിയും ഈശ്വരൻ നൽകിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്ക് ഉള്ളൊരു ബാർഡോ, ടിബറ്റൻ ബുക്ക് ഓഫ് ഡെയിൽ ബാർഡോ ജംഗ്ഷൻ പോലെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മളെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിന് സഹായിക്കുന്നതാണ് സഹജമാർഗ ധ്യാനം. രാത്രി ഉറങ്ങുമ്പോൾ പ്രാർത്ഥന, പിന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ശുദ്ധീകരിച്ച് കളയുക, അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങുക. രാവിലെ നമ്മൾ ഉണരുമ്പോൾ എവിടെയാണ് ഉണരുന്നതെങ്കിലും അവിടെ ഉണരുമ്പോൾ ആ സ്മരണയോട് കൂടി തന്നെ സ്നേഹത്തിന്റെ വോളണ്ടിയേഴ്സ് ആവും എന്നുള്ള സ്മരണയോട് കൂടിയിട്ട് ഉണരുക, എന്നിട്ട് അവിടെ പ്രവർത്തിക്കുക. അപ്പൊ അടുത്ത ദിവസം തീർച്ചയായിട്ടും ഇന്നത്തെക്കാളും മെച്ചപ്പെട്ട ഒരു ദിവസവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.